So, എല്ലാവർക്കും കേൾക്കാമല്ലോ? So it's audible, right? So എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയാണ്. So today I just wanted to engage you for 1 hour. That doesn't mean that I'm going to take a class for 1 hour. The duration of the class will be less. The only thing is, how do you react to the whole scenario? The topic is visioning your empire. Visioning your empire. The empire could be anything. The empire could be your parish, your church, the school, the college, you are in charge of that. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ചാർജ് ആണെങ്കിൽ അത് എങ്ങനെയാണ് ആ ഹോസ്പിറ്റലിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. സോ ദിസ് ഈസ് ദ ടോപ്പിക്. ദ ടോപ്പിക് ഈസ്, എല്ലാവരും കേട്ട് കാണും. എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, you will know that there is a vision mission statement. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. All institutions, all industries, all institutions, എല്ലാവർക്കും they have a vision mission statement. The whole strategic planning, the growth of that institution, the growth of that church, parish, everything has to be dependent on the vision mission statement. ഇതിപ്പോൾ ഗ്ലോബലി അക്സെപ്റ്റഡ് സാധനമാണ്. മാർത്തോമാ സഭയ്ക്ക് ഒരു വിഷൻ ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. No, that is, I don't know. Anybody else? Maybe that is, the answer is right. മാർത്തോമാ സഭയ്ക്ക് ഒരു വിഷൻ ഉണ്ടോ? Is to live out the gospel, stand for the gospel. ഇതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ബൈബിൾ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. നോ ബൈബിൾ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. പ്രിയാമ്പിളിലുണ്ട്, കെട്ടുപണിക്ക് വേണ്ടി ലാക്കും ലക്ഷ്യവും. റൈറ്റ്. ദിസ് ഈസ് റൈറ്റ്. ലാക്കും ലക്ഷ്യവും തന്നെയാണല്ലോ ഇത്. റൈറ്റ്. ഇതാണ്, ദിസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ വിഷൻ. ഇത് അന്ന് എഴുതിയപ്പോൾ പ്രോബബ്ലി ഈ വിഷൻ മിഷൻ എന്നുള്ള വാക്കുകളൊന്നും ഈ മാനേജ്മെൻറ്റ് തലത്തിലുണ്ടായിരുന്നില്ലായിരിക്കാം. എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ. അന്ന് ഈ വിഷൻ മിഷൻ ഒക്കെ ഇന്ന് ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന പോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അന്ന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ വെബ്സൈറ്റിലുമുണ്ട്, ഭരണഘടനയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയും നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു കാര്യം. വി ഹാവ് ടു എക്സാമിൻ വെദർ ദിസ് ഈസ് ദ വൺ യു ഫോളോ. റൈറ്റ്? ഡു യു വാണ്ട് എനിത്തിങ് ടു ബി ആഡഡ്? I mean, that is what I just want to discuss with you today. അതാണ് പറഞ്ഞത്. The whole thinking process has to come from you. It's not mine. I do not know. എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. മാർത്തോമാ സഭ ഭരിക്കുന്ന, മാർത്തോമാ സഭയുടെ സാരഥികളായ you have to decide what should be the vision. Do you have the vision mission for the college? They will tell you what is a vision, what is a mission, because NAC accreditation കിട്ടണമെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വിഷൻ, പിന്നെ മിഷൻ.
ഇത് രണ്ടും ഉണ്ട്. അതിൽ നിന്നാണ് അവിടുത്തെ സ്ട്രാറ്റജീസ് മുഴുവൻ തീരുമാനിച്ച് അങ്ങനെയാണ് നാക് അക്രഡിറ്റേഷനൊക്കെ കിട്ടുക. ഐ മീൻ ദാറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് ഈസ് ഇൻ പ്ലേസ്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ എൻ്റെ 1 hour സെഷൻ്റെ ഉദ്ദേശം. റൈറ്റ്. ഐ ജസ്റ്റ് ടെൽ യു വാട്ട് ഈസ് ദിസ് ആക്ച്വലി. ദിസ് ഈസ് എംബ്ലം വിച്ച് എവരിബഡി നോസ്. ഇതിലെ ഓരോ വാക്കും അവിടെ എക്സ്പ്ലെയിൻ അല്ല ഓരോ സിമ്പലും ഒക്കെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ്ങും എല്ലാം വളരെ കൃത്യമായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. I just go to little history. I just searched. എനിക്ക് വലിയ വിവരമില്ലാത്തൊരു സംഗതിയാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് മെഡിക്കൽ മിഷൻ ഇൻ കൊളോണിയൽ ഇന്ത്യ, which I took the 1800 to 1914 is the era of great missionary expansion by the Protestants in India. You just read that. I feel convinced that the medical missions are amongst the means best calculated to give a fresh impetus to the cause of the gospel, to help lift the chariot out of the rut in which sometimes it seems for a moment set fast and its progress retarded. This is what somebody said in 1877 in some conference. So medical mission was considered as one of the ways for spreading the Christianity. That century is actually called the great century of medical mission in India. The work of the doctor is to open the door that the evangelist may enter in. ഇതാണ് നമ്മളുടെ 19ാം നൂറ്റാണ്ടിലെ this one. This is just, you would have studied it, you would have learned it, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. In 1870 there were only 28 doctors in India, and then increased to 335 in 1912, the mission hospitals. By 1912 13 lakh patients were treated. ഇത് അന്നത്തെ പ്രൊട്ടസ്റ്റന്റ് മെഡിക്കൽ മിഷൻ്റെ ഒരു സ്പ്രെഡ് കാണിക്കാനുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഉള്ളത്. What is our vision today? Are we going to use the same route? Or are we going to take some other route to spread the Christianity, the faith, the value system? This is what. Where are we now? What is for future? Do you consider medical mission as a means of spreading Christian values? This is what you have to think. Use your brain and tell me what is the vision of Mar Thoma Church. This is another thing, the early efforts of education. ഇന്ന് ക്രിസ്ത്യൻ സഭകൾക്ക് കേരളത്തിലുണ്ടായിരിക്കുന്ന വളർച്ചയുടെ മുഖ്യ കാരണം എഡ്യൂക്കേഷനാണ്. See, there is an article, it's a very good article, Growth of Literacy in Kerala, State Intervention, Missionary Initiatives and Social Movements. One Professor E.T. Matthew, he is still alive, he is maybe 95. He is a Mathomite, lives in Trivandrum. A very good article which he has written. Maybe some of you might be his students, I don't know. Yeah. Growth of parish schools in Kerala. Just look at it. 1819, there were only 2 schools. It rose up to 51 in 1824. I don't know why it has come down. I have no idea. It's quite interesting to note it. And the teachers all one school, one teacher, I suppose. And the number of students also you see. I'm not sure, I mean, I don't know the history, but this is the statistics which is given there.
In 1908, you just see the share of each individual church groups in Kerala and their share of education. See, the Malangara Mathoma Church had 97 schools in 1908. And you will see the share of Mathoma Church is not bad in this group. You see this. The total was 2,196, out of which we had 97, 5% of that. Okay, this is in 1908. ഇപ്പോഴെത്ര ഉണ്ടാവും? What is the share of Mathoma Church in running the schools in Kerala? Tell me. Is it 5% or 10% or 1%? അത്രയൊന്നും കാണൂല ചേ. We are nowhere near. എണ്ണം നോക്കിയിട്ട് കാര്യമില്ല, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ നോക്കണം. I'll give you, this is the statistics today we have. Total 151. This is the present status. Okay? Yeah. 114. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഞാൻ വെബ്സൈറ്റിൽ പോയി എടുത്തതാണ്. അതിനകത്തൊന്ന് ഇതിനകത്ത് കുറച്ച് സ്കൂൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാ വേറെ ഏതോ കറക്റ്റ്. യാ, ട്രെയിനിങ് സ്കൂൾ ഒന്നല്ല രണ്ടുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു. ബിക്കോസ് വി ഹാവ് സെൻറ്റ് തോമസിൽ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്, രണ്ടേ ഉള്ളെന്ന് അല്ലേ. സോ ദിസ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്. If you take the colleges, we have about 10 colleges. അല്ലേ, 10 എണ്ണം കാണും, including the one engineering college. So this is, I get into the mission mode. What is vision mission statement? Just to tell you how do you frame a vision mission statement? This is the mission of Jesus Christ. That is, everybody knows. And this yesterday I told this, അച്ഛന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായ ജോലിയാണ്. He's a steward, he's a family, how to do it, cultural diversity, social justice, evangelization, school. I mean, all these are jobs which a parish priest, I mean, anybody wants it, right? See, what is that vision statement? Vision statement is to something to tell about future. ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ എങ്ങനെ ആയിത്തീരണം. ആരെങ്കിലും ഒരു കുട്ടിയോട് ചോദിച്ചാൽ എന്താണ് നിൻ്റെ വിഷൻ ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ അതാണ് ആ കുട്ടിയുടെ വിഷൻ. Mental perception of the kind environment an individual or an organization. അതാണ് ഇൻഡിവിജ്വലി പറഞ്ഞത്. ഞാനൊരു അച്ഛനായി തീരണം, അല്ലെങ്കിൽ ഞാനൊരു എൻജിനീയറായി തീരണം, ഞാനൊരു ഡോക്ടറായി തീരണം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ആ വിഷൻ എന്ന് പറയുന്നത്. To create within a broad time horizon and the underlying conditions for the actualization of this perception. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം JMM സ്റ്റഡി സെൻറ്ററിനൊരു വിഷൻ ഉണ്ടോ? വിഷൻ സ്റ്റേറ്റ്മെൻ്റായിട്ട് എങ്ങും എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലല്ലേ? അതാണ്. സോ it is what will success look like. The pursuit of the image of success is what motivates people to work together. Okay. It provides a foundation for developing a comprehensive mission statement. അത് കഴിഞ്ഞിട്ടാണ് vision statement കഴിഞ്ഞിട്ടാണ് we go into the mission. How do we reach at that level?
See here, where are we going? A strategic vision of understanding what business should look like to take some decisions. I'll just get into. This is the vision of Infosys. Just read that. I mean, നമ്മൾ പലയിടത്തെ കാര്യങ്ങൾ പഠിച്ചെങ്കിലല്ലേ എങ്ങനെയാണ് ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നത്. ഇതാണ് ഇൻഫോസിസിൻ്റെ വിഷൻ. ഇൻഫോസിസ് ഇസ് എവരിബഡി നോസ് ഇൻഫോസിസ് അല്ലേ. ദിസ് ഈസ് ഹൗ എ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്. സാറൊന്ന് പറയണേ നിങ്ങളുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി. അത് ദിസ് ഈസ് BSNL വിഷൻ. എല്ലാം പോയി, ഒരു വിഷനും ഇല്ലാതായിരിക്കുകയാണ് BSNL അവസാനം. വാൾട്ട് ഡിസ്നി ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാവരെയും ഹാപ്പി ആക്കുക, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ആൻ ഐ ക്ലിനിക്. അത് വേറെ ഇത് എഴുതിയിട്ടെന്നുള്ളേ ഉള്ളൂ. ഐ ക്ലിനിക് പറയണു അവർ വിഷൻ ഈസ് ടു ടേക്ക് കെയർ ഓഫ് യുവർ വിഷൻ. അപ്പം ഞാനിങ്ങനെ നോക്കി വല്ല പള്ളിക്കോ ചർച്ചിനോ വല്ല ഉണ്ടോ എന്ന് തപ്പി നോക്കി. അപ്പോൾ ഇത് ഒന്ന് രണ്ടെണ്ണമേ കിട്ടിയുള്ളൂ, ഉള്ളത് പറയാമല്ലോ. അതിൽ കിട്ടിയ ഒന്ന് രണ്ടെണ്ണമാണ് ഇത്. ദിസ് ഈസ് എ സെയിൻറ്റ് ലൂക്ക് കാത്തലിക് ചർച്ച് ഇൻ കാലിഫോർണിയ ഓർ somewhere. They say their vision is, St. Luke Roman Catholic Church aspires to be a welcoming community of faith, where parishioners and newcomers feel enlivened, engaged and spiritually nourished among a community of friends. That is central to their lives, and parishioners and newcomers grow as disciples of Christ who love and serve the Lord, each other and others. And their mission statement is one word: love God, love neighbor, nurture disciples. I mean, this is something. This is St. Bernard's Catholic Church, again California, I think. It's a parish mission. It's a parish. അപ്പോൾ നമ്മൾ പറഞ്ഞ മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല വിഷൻ ഉണ്ടാവേണ്ടത്. വെൻ യു ടേക്ക് ഓവർ ദ ചർച്ച്, ഐ മീൻ എ പാരിഷ്, ആ പാരിഷിന് ഒരു വിഷൻ ഉണ്ടാവണം. ഒരു റൂറൽ എൻവയൺമെൻറ്റിലുള്ള ഒരു പാരിഷിൻ്റെ വിഷൻ ആയിരിക്കില്ല ട്രിവാൻഡ്രം സിറ്റിയിലെ പാരിഷ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ദിസ് ക്യാൻ ഓൾസോ ബിക്കം എ മോഡിഫൈ ദ ഹോൾ തിങ് ഓൾസോ ഇസ് പോസിബിൾ. അപ്പോൾ ഇനി സാറൊന്ന് പറഞ്ഞാൽ. Good morning. The mission of Marthoma Thiruvalla is committed to empowering students and staff to attain the full human potential as revealed in the person and teaching of Jesus Christ. Mission. Now, 4 statements. Marthoma College is committed to produce worthy citizens for nation building with a sense of social commitment and a humanistic outlook. To impart quality education based on Christian values, to make it affordable to all sections of the society. To empower young people with life skills to face the challenges in the changing global environment. To instill the spirit of inquiry and pursuit of lifelong learning through discovery, dissemination of knowledge. And main motto is academic excellence with social commitment. Thank you. Christian College Chenganur. Vision: academic excellence, formation of character, social commitment, search for truth. Mission: to provide education for the overall development of the young men and women of Central Travancore, to empower the students and faculty to face the challenges of the life in the modern world, to undertake extension programs with active involvement in the community, to inculcate human values based on Christian principles by upholding human rights and dignity. ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് വിഷൻ മിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നും.
Yeah, this is a mission statement which defines the role that an organization plays in a society. If you define it correctly, it is something like this, a mission. The essential purpose of the organization, why it is in existence, the nature of the business it's doing. അതാണ് അവിടെ പറഞ്ഞത്, to develop or for the organic growth of a student. Just taking the principles of Jesus Christ. That's the mission. And so each one is different. ഇപ്പോൾ ചോദിക്കും, എല്ലാ കോളേജസും എല്ലാ പാരീഷും ഒരു ജോലിയല്ലേ ചെയ്യുന്നത്? ആണല്ലോ, ആണോ? ബേസിക്കലി ആണ്, എല്ലാ കോളേജും അല്ലേ? പക്ഷേ എന്തിനാ ഡിഫറെൻറ്റ് വിഷൻ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും you will have different vision statement, different mission statement. But generally ചിലപ്പം പറയുമ്പോൾ എല്ലാം ഒന്നായിരിക്കാം. പക്ഷേ this is the different, there is a difference in that. That difference is the one makes each church, each parish different. Yeah. What is the basic purpose? What is the unique about your organization? What is in your company that will make it stand out in a crowd? Who are and who should be your principal customer? What are the basic beliefs, values, and philosophical priorities of your firm? This is something to compare between vision and mission. It's good. I think I'll give the slides to everybody. If you feel that you would like to pursue further research into this and do it, you can use it. What is the difference between the two? About the mission statement talks about how you will get to where you want to be. That's the path. അതായത് വിഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് മൈ വിഷൻ. പക്ഷെ ഞാൻ എങ്ങനെ ഒരു ഡോക്ടർ ആയിത്തീരും എന്നുള്ളതാണ് മൈ മിഷൻ. അതാണ് അവിടുത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. അതായത് ദ വിഷനിൽ ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വേർ ഡു വി എയിം ടു ബി, നമ്മൾ ഏത് ലെവലിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. മിഷനിൽ എന്ത് പറയുന്നു? ഇറ്റ് സേസ് ദാറ്റ് വാട്ട് ഡു വി ഡു ടു, വാട്ട് മേക്സ് us ഡിഫറെൻറ്റ് ടു റീച്ച് ദാറ്റ് ഗോൾ. I mean, all these things are there. I think I'll just leave it. ഇപ്പോൾ എന്താണെന്ന് ബേസിക് ആയിട്ട് മനസ്സിലായോ ഇല്ലയോ? ഡു വി റിക്വയർ സം മോർ എക്സ്പ്ലനേഷൻ? ഓർ എന്താണെന്നൊരു ഐഡിയ ആയല്ലോ ഓരോ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പം? നോർമലി യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. നോർമലി മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു സാധനത്തെ നമ്മൾ എന്തായിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ സാധാരണഗതിയിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വാട്ട് ഹാപ്പൻസ് ടുഡേ ഈസ് ദാറ്റ് എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. വി ആർ ഇൻ എ ചേഞ്ച് എൻവയൺമെൻറ്റ്. ഈ ചേഞ്ച് എൻവയൺമെൻറ്റ് വരുമ്പോൾ ഇതൊക്കെ മാറേണ്ടി വരും. ഈ റോൾസ് നമ്മൾക്ക് തന്നെ ഇപ്പം ഞാൻ ചോദിച്ചില്ലേ, മൈ ക്വസ്റ്റ്യൻ വാസ് ദാറ്റ്, അതിനാണ് ഞാൻ ആ 2 ക്വസ്റ്റ്യൻ ചോദിച്ചത്. The Christian principles were taught to the people through hospital mission and education institution. നമ്മൾ അത് തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? മാറുന്നുണ്ടോ? അതാണ് ദിസ് ഈസ് വേർ യു ഹാവ് ഗോട്ട് ടു അപ്ലൈ യുവർ മൈൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദി തിങ്. ഇതാണ് ഇനി അടുത്ത എക്സസൈസ്. നൗ ദാറ്റ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 2 എക്സസൈസാണ്. ഒന്ന്, what will be, how do you frame a vision statement for the Marthoma Church? And how do you do it for your parish? So I think we will divide it into groups.
എങ്ങനെയാ, എത്ര പേരാണ്? 6 പേർ ഒരു ഗ്രൂപ്പിലിരുന്ന് ഡിബേറ്റ് ചെയ്യാം. ക്യാൻ യു ഫ്രെയിം വൺ വിഷൻ മിഷൻ ഫോർ ദ ചർച്ച് ഓർ പാരിഷ്? ഒരു പാരിഷ് എടുത്തിട്ട് ചെയ്യാം. Can we quickly divide, because time പോവാതെ നമുക്ക് we can divide, and if you can see നമ്മൾ 5 ചാർട്ട് പേപ്പേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സോ we will give you post-it also, and നിങ്ങളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് one is they can make a vision and mission statement for the Marthoma Church or the parish, which is that they should be doing first, sir. Sir, parish ആണോ Marthoma Church? ഏത് വേണം? അഞ്ച് പേരും കൂടെ ചേരുമ്പം നിങ്ങളൊരു കോൺസെൻസസിൽ എത്തുക, ബിക്കോസ് ഡിഫറെൻറ്റ് പാരിഷസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് നേച്ചർ. അപ്പം അത് വെച്ചിട്ട് യു ക്യാൻ ഹാവ് ഇൻഡിവിജ്വൽ, വി വിൽ ഗിവ് യു പോസ്റ്റഡ് നോട്ട്സ്. അപ്പോൾ ഓരോരുത്തർ 5 പേരുടെയും നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. പ്ലസ് ഇഫ് യു തിങ്ക് 6 പേര് ഇൻ എ ടീം, ഒരു ഗ്രൂപ്പ്. സോ യു ക്യാൻ മൂവ് യുവർ ചെയേഴ്സ് ആൻഡ് ഗ്രൂപ്പായിട്ട് പെട്ടെന്ന് ഫോം ചെയ്യാമോ? ലൈക്ക് യു ക്യാൻ, നിങ്ങൾക്ക് കസേരകളൊന്ന് തിരിച്ചിട്ടിട്ട് യു ക്യാൻ ഡിസ്കസ് ഓൾസോ. ഇതെന്താ ഒരു കോക്കസ് ഗ്രൂപ്പാണോ? ഓക്കെ, 6 പേര് ഒരു ഗ്രൂപ്പിൽ പ്ലീസ്. 5 ഗ്രൂപ്പ്സ് നമുക്ക് ഫോം ചെയ്യാം. 6 പേര് ഒരു ഗ്രൂപ്പിൽ. ഇവിടെ ആൾ കൂടുതലാണ് കേട്ടോ. 1 2 3. എവിടെ? അവിടെ ആണോ ഇവിടെ ആണോ? അവിടെ 3 ഉള്ളൂ. ഇനി 3 പേര് അങ്ങോട്ട് പോകണം. അല്ല, 6 പേര് ഇതിപ്പോൾ കൂടി. സോ 1 2 3 4 5 6. അപ്പോൾ ഇവർ രണ്ടുപേരും അപ്പുറത്ത് പോട്ടെ.